നമ്മുടെ ലൈഫിൽ ആർക്കും പ്രവർത്തിക്കാൻ കഴിയാതെ അസാധ്യമെന്ന് പറയുന്ന പ്രതീക്ഷകൾ അറ്റിരിക്കുന്ന ആ വിഷയത്തിന് ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിൽ ഏവർക്കും എൻ്റെ സ്നേഹത്തെയും വന്ദനത്തെയും അറിയിക്കുന്നു. പ്രവാചകന്മാരുടെ നിരയിൽ ദൈവം ശക്തമായി ഉപയോഗിച്ച യെശയ്യാ പ്രവാചകൻ യെശയ്യാ പ്രവചന പുസ്തകം 64-ാം അധ്യായം 4-ാം വാക്യം ദൈവവചനം ഇങ്ങനെ എഴുതിയിരിക്കുന്നു: നീ അല്ലാതൊരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. പ്രിയപ്പെട്ടവരെ, ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് ഒരു മനുഷ്യന്റെ ചിന്തയ്ക്കും അപ്പുറമാണ്. ഭൂമിയുടെ ആരംഭം തന്നെ ഉൽപ്പത്തി പുസ്തകത്തിൽ നമുക്ക് കാണാനായി സാധിക്കുന്നു. പാഴും ശൂന്യവുമായിരുന്ന ആ ഭൂമിക്കകത്ത് ദൈവം ഓരോന്നിനെ കൽപ്പിച്ചാക്കുമ്പോൾ ഉളവായി വരികയാണ്. ഒരിക്കലും നമ്മുടെ ഇമാജിനേഷനകത്ത് ചിന്തിക്കാനോ ഒരിക്കലും നമുക്ക് ഗ്രഹിക്കാനോ കഴിയുന്നതിന് അപ്പുറമാണ് ദൈവത്തിന്റെ പ്രവൃത്തിയെ തെളിയിച്ച് കാണിക്കുന്നത്. യേശുവിന്റെ ശുശ്രൂഷയുടെ ആരംഭ കാലഘട്ടത്തിൽ കാനാവിൽ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ വീഞ്ഞാക്കുക, പച്ചവെള്ളത്തെ വീഞ്ഞായി മാറുക എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. പക്ഷെ കർത്താവ് പ്രവർത്തിക്കാൻ തുടങ്ങിയപ്പോൾ അസാധ്യമെന്ന് പറയുന്നിടത്ത് ദൈവത്തിന്റെ സാധ്യതകളെ ദൈവം ആ കുടുംബത്തിനകത്ത് ചെയ്യാനായി തുടങ്ങി. ഈ ചെറിയ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തി ജീവിതങ്ങളോടും ഞാൻ പറയുന്നു, നമ്മുടെ ലൈഫിൽ ആർക്കും പ്രവർത്തിക്കാൻ കഴിയാതെ അസാധ്യമെന്ന് പറയുന്ന പ്രതീക്ഷകൾ അറ്റിരിക്കുന്ന ആ വിഷയത്തിനകത്ത് ഇന്ന് പകൽ കർത്താവിന് പ്രവർത്തിക്കാനായിട്ട് കഴിയും. ഒരു കണ്ണ് കണ്ടിട്ടില്ലാത്തത്, ഒരു ചെവി കേട്ടിട്ടില്ലാത്തത്, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ലാത്ത ദൈവത്തിന്റെ ഇഷ്ടങ്ങളെയും രഹസ്യങ്ങളെയും നമ്മുടെ ലൈഫിൽ ദൈവം പ്രവർത്തിക്കും. വിശ്വസിച്ചുകൊണ്ട് ഈ ദൈവശബ്ദത്തെ ഏറ്റെടുക്കുക. കർത്താവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. നമ്മുടെ ലൈഫിനെ ദൈവം ഒരു അത്ഭുതമാക്കി മാറ്റും. ഗോഡ് ബ്ലെസ് യു ഓൾ. ആമേൻ.